ഒരു പള്ളി കപടവിശ്വാസികൾ ഉണ്ടാക്കിയ മസ്ജിദ് മദീനയിൽ പൊങ്ങിയിരിക്കുകയാണ്. ആരുണ്ടാക്കിയത്? കപടവിശ്വാസികൾ. ഇന്നത്തെ അത്ഭുതം എന്താണെന്നറിയോ? നബിതങ്ങളെ ഉദ്ഘാടനത്തെ വിളിക്കുകയും നമ്മളെ തങ്ങളെ വിളിക്കുക, ഉദ്ഘാടനം ആയിക്കോട്ടെ, എവിടെ സയ്യിദന്മാരെ വിളിക്കുക. വലിയൊരാളെ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനൊരു ഇമേജ് കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ. ആ പള്ളിയുടെ വിവരം ലഭിച്ചു റസൂലുള്ളാഹി തങ്ങൾക്ക്. മുനാഫിഖുകളാണ് ഉണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ വഹി വന്നു, നബിയേ ഒരിക്കലും പോകരുത് നബിയേ, ഈ സമൂഹത്തിന്റെ മനസ്സ് മുറിച്ചു മാറ്റാൻ ഉണ്ടാക്കിയ പള്ളിയാണത്, പോകരുത്. ണ്ടല്ലോ ആൾക്കെണ്ണം സംഘടനക്കെണ്ണം പള്ളി ഉണ്ടാക്കുന്നത്. ഏത് മസലയാണ് അതിന്റെ പിന്നിലെന്ന് എനിക്കറിയൂല. ജുമാ നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഏത് സംഘടനകളാകട്ടെ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടായിരിക്കെ, അകാരണമായി മറ്റൊരു പള്ളി തൊട്ടു മുമ്പിൽ പങ്ക് കേൾക്കുന്നിടത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ഓരോരുത്തരും തോന്നിയ രീതിയിൽ പൈസ പിരിച്ചു കൊണ്ടുവന്ന പള്ളി ഉണ്ടാക്കുന്നത് എത്ര ഗൗരവമാണ്. പള്ളിയല്ലേ? ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് നന്നാവാൻ പറ്റുമോ? ആ പള്ളി ഇത് പൊളിച്ചു കളയാൻ പറ്റുമോ? എന്നെങ്കിലും സമൂഹം ഒന്നാവുകയും യോജിക്കുകയും ഒരു മനസ്സായി മാറുകയും ചെയ്താൽ ആ പള്ളിയിൽ പിന്നെ ജുമാ ആര് നടക്കും? അത് ജുമാഅത്ത് പള്ളിയായി നിശ്ചയിക്കപ്പെട്ടില്ലേ? ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ ഫിത്നയുണ്ടാകാൻ ഈ പള്ളികൾ കാരണമായിട്ടില്ലേ? റോഡിന്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്? പള്ളിയാണ് വിചാരിച്ച് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് പാവപ്പെട്ട അറബികളെന്ന് തിരിച്ചു വാങ്ങിയിട്ടും അല്ലാതെയും സമൂഹത്തിന്റെ മനസ്സുകളെ കീറി മുറിക്കാൻ ഇത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മസ്ജിദ് ദിറാർ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാനുണ്ടാക്കിയ പള്ളിയാണ്. ഒരിക്കലും നിങ്ങളവിടെ പോകരുത് നബിയേ, അല്ലാഹുവിന്റെ ഓർഡറാണ്, പോകരുത് നബിയേ. അത് പള്ളിയാണ്, പക്ഷെ അങ്ങ് പോകണ്ട. فيه رجال يحبون أن يتطهروا والله يحب المطهرين. ഈ പള്ളി ഉണ്ടാക്കിയ ആളുകളെ എങ്ങനെയാണ് ഇവരങ്ങൾ കൈകാര്യം ചെയ്തത്? അള്ളാഹുവിന്റെ ഹബീബിന് സങ്കടമുണ്ടായി. തബൂക്കിലെ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. തബൂക്ക് നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്. സൗദി അറേബ്യയിൽ ഏറ്റവും ചൂടുള്ള കാലം ജൂലൈ മാസത്തിലാണ് തബൂക്ക് ഉണ്ടായത്. ആ ക്ഷീണം കഴിഞ്ഞ് നബിയും സഹാബത്തും ചൂടേറ്റ് നടന്നു വരുമ്പോഴാണ് അള്ളാഹുവിന്റെ വഹി വരുന്നത്. നബിയെ ഉദ്ഘാടനം പോയിട്ട് 2 റക്അത്ത് പോലും ആ പള്ളിയിൽ പോയി അങ്ങ് നിസ്കരിക്കരുത് നബിയെ. അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്, സംഘടനയ്ക്ക് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരിടം വേണമല്ലോ എന്നുദ്ദേശിച്ച് റബ്ബിന്റെ ഇബാദത്തിന് ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബാ. അവിടെയാണ് നബിയെ നിങ്ങൾ നിസ്കരിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഹൃദയങ്ങളിൽ മാലിന്യമില്ലാത്തവർ, നല്ല ശുദ്ധിയുള്ള മനസ്സുള്ളവർ, കുഴപ്പക്കാരല്ല അവര്. ആ പള്ളിയിൽ നിസ്കരിച്ചു വരുന്ന ആളുകൾ നല്ല ശുദ്ധിയുള്ള മനസ്സുള്ളവരാണ് നബിയെ. അവർ തയമ്മും കൊണ്ടും അവര് കല്ലുകൊണ്ടും വെള്ളം കൊണ്ടും ശുദ്ധി വരുത്തുന്നവരുമാണ്. ആ പള്ളി നിബിധങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞു, കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. ഇസ്ലാമിക ലോകത്ത് കരിക്കപ്പെട്ട ഒരു പള്ളിയാണത്. എന്തിന് ഈ സമൂഹത്തെ 2 കഷ്ണമാക്കി? എന്തിന് നമുക്ക് ആ പള്ളി വേണം? ആരുടെ തീരുമാനം? അല്ലാഹു ജല്ല ജലാലുവിന്റെ തീരുമാനം. ആര് നടപ്പാക്കി? റഹ്മത്തുൽ ആലമീനായ നിബിധങ്ങളാണ്. ഈ ഉമ്മത്തിനോട് റഹ്മത്ത് തോന്നി ഇവർ 2 വിഭാഗമാകണ്ട എന്ന് വിചാരിച്ച് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലാക്കിക്കോളൂ, ബുദ്ധിയുള്ളവർക്ക് ഞാൻ പറഞ്ഞു. ഹബീബായ നബിതങ്ങൾ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ഈ പള്ളിയെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾ പറഞ്ഞു, നബിയെ ഈ മുനാഫിക്കുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യട്ടെ. തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ വെറുത്തു പോകുന്നു.
ഇന്നി അഖാഫു, ഞാൻ പേടിക്കുന്നുണ്ട്, ചില ആളുകൾ വിളിച്ചു പറയും ഇന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു, മുഹമ്മദ് നബി സ്വന്തം ആളുകളെ കൊല്ലുന്ന ആളാണെന്ന് പറയും ആളുകൾ. ഇവിടെ ഇവർ സ്വന്തക്കാരല്ല, ഇവർ മുനാഫിഖീങ്ങളാണ്, കാഫിറുകളാണ്, കപടവിശ്വാസികളാണ്. പക്ഷേ കലിമ ചൊല്ലി നടക്കുന്നവരല്ലേ, പള്ളിയിൽ കയറി വരുന്നവരാണ്, മുസ്ലിമാണെന്ന് നടിക്കുന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അവര് മുസ്ലിമീങ്ങൾ, അള്ളാന്റെ അടുത്ത് അവര് മുസ്ലിമീങ്ങളല്ല. എന്നിട്ട് പോലും മുസ്ലിമീങ്ങളായ ആളുകളെ മുഹമ്മദ് നബി കൊല്ലുമെന്ന് ആളുകൾ പറയൂലേ? ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ആ പള്ളി നമുക്ക് വേണ്ടെന്ന് വെക്കാം എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പള്ളി ഉണ്ടാക്കുമ്പോഴും വേറെ മദ്രസ കിട്ടുമ്പോഴും സിലബസ് മാറ്റുമ്പോഴും ആചാരിക്കുമ്പോഴും ഏതെല്ലാം സംഘടനകൾ ഒന്നിന് പിറകെ മറ്റൊന്ന്, അതിന്റെ പുറത്ത് വേറൊന്ന്, അതിന്റെ മേലൊന്ന് വേറെ, ഇങ്ങനെ ഒന്നിന്റെ മേൽ മറ്റൊന്ന് വിഘടനമുണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. ഇവിടെ കൊടി പിടിക്കാൻ ആളുണ്ടാകും, ജിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടാകും, തക്ബീർ ചൊല്ലി മുഴക്കാൻ ആളുകളുണ്ടാകും. അള്ളാന്റെ മുമ്പിൽ ഈ സമൂഹത്തെ കഷ്ണമാക്കിയതിന് ആര് മറുപടി പറയും? ആര് മറുപടി പറയും? അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയല്ലേ നമ്മൾ ഈ കാണുന്നത്? സമൂഹം ഭിന്നിച്ചുകൂടാ, ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പ് തകർത്തുകൂടാ. നമ്മൾ ഒന്നാണ്, അഹ്ലുൽ ഖിബ്ലത്താണ്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു കെട്ടായി ഒന്നായി ഒരു മനസ്സായി ജീവിക്കേണ്ടവർ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ശത്രുത പാടുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല അയിമ്മത്തുകൾക്ക്. പക്ഷേ നമ്മൾ ഒന്നാണ്. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം സ്നേഹമുള്ളവരാണ്. അശിദ്ദാഉ അലൽ കുഫാർ, മുസ്ലിമീങ്ങളോട് എതിർക്കുന്നവരോട് കഠിന സ്വഭാവമുള്ളവരും മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറേണ്ടവരുമാണ്. ഖുർആൻ പറയുന്നത് ഇങ്ങനെ, നമ്മൾ തമ്മിൽ ഭയങ്കര ശത്രുത, ഹിന്ദുക്കളോട് മറ്റവരോടൊക്കെ ഭയങ്കര സ്നേഹം. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾ തമ്മിൽ കൂടിയിരുന്ന അവിടെ പ്രശ്നം, അല്ലാത്തവർ തമ്മിൽ ഭയങ്കര ഒരു കുഴപ്പമില്ല. എന്താ എവിടത്തെ പോയി നമ്മൾ? ഒന്ന് തിരിച്ചു നടക്കാൻ സമയമായില്ലേ? ഒന്ന് ചിന്തിക്കാൻ സമയമായില്ലേ? ഏതൊക്കെയോ ഒഴുക്കിലൂടെ അങ്ങനെ പോയി നമ്മൾ ആകെ ഉന്നം പാടിപ്പോയില്ലേ? ഇനി അനുവദിച്ചുകൂടാ. നമ്മുടെ മഹല്ലുകൾ ഒറ്റക്കെട്ടായി നിൽക്കും, നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا